സോ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമാണ്. സോറി, ഗെയിം അല്ല, ദിസ് ഇസ് എ സ്റ്റോറി മോഡാണ്. ഇതിൻ്റെ പുതിയ സ്റ്റോറി മോഡ്സ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നടക്കാനല്ല തുടരാം. ഓക്കെ, ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ നടക്കാം. ഞാൻ ജിമ്മിൽ പോയില്ല രാവിലെ, കുറച്ച് നേരം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണമായിരിക്കും. രാവിലെ ജിമ്മിൽ പോയില്ല, ഒരു സുഖമില്ലെന്നേ. ഞാൻ രാവിലെ മുട്ട കഴിക്കുന്നതാണ്. പൈസ ഇല്ലാത്തതുകൊണ്ട് മുട്ട കഴിക്കുന്നില്ല. ഇപ്പം എന്താ ചെയ്യാനാ? പഴയപോലെ ഇപ്പം റോബിങ് ഒന്നും ഇല്ല, മര്യാദയ്ക്ക് ജീവിച്ച് പോവാ. അതുകൊണ്ടേ ഇപ്പം ഇങ്ങനെയൊക്കെ പോണം. ഇപ്പം ഞാൻ ജിമ്മിലൊന്ന് വർക്കൗട്ട് ചെയ്യട്ടെ. ജിമ്മിൽ വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച്, അയ്യോ ക്ഷീണിച്ചേ. അയ്യോ വെളുക്ക ഇനിയിപ്പോൾ ഇതൊക്കെ കൂട്ടുകാരൻ വിളിക്കാൻ. പറയടാ. എടാ ഒരു കാര്യമുണ്ട്, നീ എൻ്റെ വീടിൻ്റെ അടുത്തോട്ടൊന്ന് വന്നേ. എന്താടാ പറ, നീ വീടിൻ്റെ അടുത്തോട്ട് വാടാ. ഇപ്പം വരാം. ഈ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു വീടിൻ്റെ അടുത്തോട്ട്. കാർ എടുക്കണ്ടേ? കാർ ബോറാ, അവിടെ വെച്ചായിരുന്നു. നമുക്ക് സ്കൂട്ടർ എടുക്കാം. ചിലവല്ല പൈസയുടെ കാര്യം വല്ലതും പറയാനായിരിക്കും. ഈ പൊട്ടനോട് ഫോണിൽ പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല, അഴുക്കനവൻ. വണ്ടി എടുത്തൊന്ന് തിരിക്കാം. കേട്ടോ, അവൻ്റെ വീട് അവിടെ മിച്ച ദൂരെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എവിടായിട്ട് വരുമല്ലോ അറിയത്തില്ലേ. നമുക്ക് പോയി നോക്കാം. നമുക്ക് പെട്ടെന്ന് അവൻ്റെ അടുത്ത് നമുക്ക് ലൈക്ക് സബ് ആവശ്യം. അവൻ്റെ വീട് ഇവിടെ നിന്നല്ല, ഷോറൂം ഒക്കെ വന്നെന്ന് പറയുന്നുണ്ട്. എവിടാന്ന് സംസാരിക്കാൻ അവിടെ പോകും. നീ എന്താടാ എന്നെ വിളിച്ചു വരുത്തിയേ? പറഞ്ഞു എല്ലാം പറഞ്ഞെന്ന് വെച്ചാൽ കുറച്ച് പൈസ തടയുന്ന സംഭവം. വണ്ടിക്ക് സ്പീഡില്ല പഴയ പോലെ. അവൻ പറയാൻ കുറച്ച് പൈസ കിട്ടും നമുക്ക്. ഇവിടെ പുതിയതായിട്ട് സിറ്റിയിൽ ഒരുത്തം വന്നിട്ടുണ്ട്. അവൻ്റെ വീട്ടിൽ കയറി, വേഷം മാറി അവൻ്റെ വീട്ടിൽ കയറി അവൻ്റെ ഒരു വണ്ടി, അവൻ്റെ റോൾസ് റോയ്സ് അടിച്ചു മാറ്റും. അതാ നമുക്ക് നോക്കാം. പെട്രോൾ ഇല്ല, പെട്രോൾ അടിച്ചിട്ട് ഇവിടുത്തെ കാര്യം അറിയാം. ഇവിടെ പെട്രോൾ പമ്പിൽ ആരുമില്ല, നമ്മൾ തന്നെ പെട്രോൾ പിടിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയാണ്. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പ്ലാൻ ഇടണം. പിന്നെ അവൻ കുറച്ച് പൈസ തന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്രോൾ അടിച്ച് നമുക്ക് വേഷം മാറാൻ ഒരു വണ്ടി എടുക്കണം. ഈ വണ്ടിയും കൊണ്ട് പോയതല്ലേ, നമ്മുടെ ഒറിജിനൽ വണ്ടി എടുക്കും. ഞാൻ വീട്ടിൽ ചെല്ലിട്ട് നമുക്ക് പുതിയ ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കാം. പുതിയൊരു ഷോറൂം വീട്ടിൽ ചെല്ലിട്ട് എത്തി നമുക്ക് വണ്ടി എടുത്താലേ പിന്നെ തന്നേക്കുന്ന ഡ്രസ്സ് കുറച്ചുള്ള ഡ്രസ്സ് പൊട്ടൻ്റെ വീട്ടിലേക്ക് മൂടിയൊക്കെ. അതുകൊണ്ട് നമുക്ക് പുതിയൊരു ബൈക്ക് എടുക്കും. എന്നിട്ട് റോഡിൽ കയറാൻ പറ്റത്ത എനിക്ക് ഈ വണ്ടി ഇവിടെ ഇട്ടിട്ട് ആ ബൈക്ക് എടുത്തിട്ട് പോകും. ഡിവറേസോ മച്ചന്മാരെ എല്ലാവരും ലൈക്ക് സബ്ബി. എന്നാൽ നമുക്ക് അവൻ്റെ വീട്ടിൽ കയറി റാഞ്ചാൻ പറ്റും. പഴയ പോലെ അല്ല, അത് റാഞ്ചി വെച്ച് കൊടുക്കാതെ പൈസയുടെ കൂടുതലായാലും ഒരു ജോലിക്ക് കാരണം. ഇവിടുത്തെ ആരും ഇല്ലേ? അവൻ പറഞ്ഞായിരുന്നു ഫോണെ അവനോട് വിളിച്ച് പറഞ്ഞാൽ മതി. ഈ ആഷ് എന്ന് പറയുന്നത്. ഹലോ, പറ ചേട്ടാ.
ചേട്ടാ വണ്ടി ഇവിടുന്ന് എടുക്കുക, പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്താൽ മതി. ആ മതി മോനെ മതി, എടുത്തേക്കടേ, കള്ളത്തരവൊന്നും കാണിക്കല്ലേ. ആ ആ ശരി ചേട്ടാ ശരി. ഞാൻ അതല്ല ആലോചിക്കുന്നേ, ക്യാഷ് എന്ന് പറയുന്ന ഒരാളിന്റെ പേരല്ലേ, ഇതൊരു അമ്മൂന്റെ അല്ലേ സംസാരിച്ച്. പണ്ടത്തെ നമുക്ക് ഇതെടുക്കാം, ഇത് നല്ല വണ്ടിയാണ്. ഒരു 2 ലക്ഷം രൂപയാവുന്നതാണ് പറഞ്ഞേ, കുഴപ്പമില്ല. ഇതല്ല ഇതല്ല നമുക്ക് മറ്റേ ഇതെടുക്കാം, ഇത് നല്ല വണ്ടിയാണ് എല്ലാവരും പറഞ്ഞു. എല്ലാവരും എന്ന് വെച്ചാൽ ഞാൻ തന്നെ പറഞ്ഞു നല്ലതാണ്, വേറെ ആരും പറയാം. ഫോണെന്തിനാ എപ്പോഴും എടുക്കുന്നേ, ഇതെന്താ ഇതിനോട്ട് മാറിപ്പോയി. യെസ് എന്താ ചെയ്യാൻ, നമുക്ക് ഇറങ്ങണം. നമുക്ക് ഈ വണ്ടി എടുക്കണ്ടേ, അത് വേറെ വണ്ടി എടുക്കാം. നമുക്ക് ഇതെടുക്കാം, ഇതെടുക്കാം. നമുക്ക് വീട്ടിൽ പോയി രാത്രിയാവുന്നവരെ കാത്തിരിക്കും. വീട്ടിൽ പോകും. അവനെ വിളിക്കണം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന നിമിഷത്തി അവന്റെ വീട്ടിൽ കയറി നമ്മൾ മോഷ്ടിക്കാൻ പോവാ. രാത്രിയായി. അവന്റെ വീട് കുറച്ച് അപ്പുറത്തായി, എവിടാന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. എന്നാലും നമ്മളെങ്ങനെയും അവനെ തൂക്കിയിരിക്കും. ഈ വണ്ടി സെറ്റാണ് അവൻ പറഞ്ഞത്. നമ്മൾ ആദ്യം ഉദ്ദേശിച്ച വേറെ വണ്ടിയാണ് സ്പെക്ട്രെ. ഇതിനിപ്പോ 1.5 ലക്ഷം രൂപയായി. ഇതിനൊരു 1.5 ലക്ഷമായി. കൊള്ളാമെന്നാണ്, നല്ല സ്പീഡുണ്ട് കേട്ടോ. ഇതിന് ഇച്ചിരി അപകടമാണെന്ന് പറയത്തില്ല, പക്ഷെ ദൈവത്തിന് അറിയാം. അവൻ്റെ മുന്നിൽ നമ്മൾ എതിരായിട്ടാണ്, കൃത്യമായിട്ട് അറിയത്തില്ല. നമുക്ക് പറപ്പിച്ചു തരും. മച്ചമാനെ കിട്ടി. അഞ്ചാമാരെ നമ്മൾ ഫോൺ എടുത്തപ്പോഴേ കിട്ടി. റിച്ചല്ലേ കിട്ടി. നമുക്കിപ്പോൾ വിവരം അറിയിച്ച മനുഷ്യ നോക്കുമ്പോൾ നമ്മൾ രാത്രി മിഡ്നൈറ്റ് ആയി. കണ്ടോ, മിഡ്നൈറ്റ് ആണ്. നമുക്കൊരു ഇടവഴി പിടിക്കാം. ഇപ്പൊ പോലീസുകാരിങ്ങനെ ഒരു ഇടവഴി പിടിക്കാം. നമുക്ക് മഴ കേസ് റിയൽ ലൈഫിലല്ലേ എനിക്ക് മഴയില്ല. നമുക്ക് ഈ വഴിയെല്ലാം പോകാം. ഇത് വേറെ ഷോറൂമില്ല. ഇവിടെ നോക്കാം. നമുക്ക് വണ്ടി തിരിക്കാം. ഇത് നോർമലായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കാട്ടിനകത്ത് കൊണ്ടുപോകും. കാണാം നൈസിന് താക്കോല് കിട്ടാം. താക്കോല് എടാ വണ്ടി നമുക്കെങ്ങനെ കയറും? മതിൽ കാണാൻ പറ്റുമോ? ചാടി. ഓ യെസ്, കയറി. തോന്നി നമ്മൾ വണ്ടി കിടക്കുന്നു. നമുക്ക് എടുക്കാം. എതുക്കെ പോടാ, ഉനക്ക് തെറുതി. എങ്ങനെ സ്പീഡിൽ പോയേക്കാം. തുറക്കടാ. നോക്കാം യെസ്, ഉള്ളിൽ കയറാം. എണ്ണയ്ക്ക് നമ്മൾ എവിടെ നിന്ന് പറഞ്ഞു നോക്ക്. ഇവിടെ ആരാ ചായ കുടിച്ചത്? കപ്പ് വെക്ക്. നമുക്ക് മണ്ട കയറണം. മണ്ട കയറാൻ പറ്റൂടാ. അവൻ കിടന്നുറങ്ങുമായിരിക്കത്തില്ലേ? തല ഇടിച്ച് ചോര. അയ്യോ, നമുക്കിത് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലോട്ട് വിടാം. ഇവിടെ എവിടെയെങ്കിലും കാണൂടാ. ഫോൺ എടുക്കാം. എടാ അവനിവിടെ കാണത്തില്ലേ? ദൈവമേ, കൂടി ഇവിടെ തൂണിരിക്കും താക്കോല്. താണ്ട് മറിഞ്ഞടിച്ച് തെന്നിപ്പോയി. ചോര കടിച്ച് എനിക്ക് ബ്ലഡിന്റെ അസുഖമുണ്ട്. താണ്ടിരിക്കുന്നു ഈ സെറ്റിയില്. കിട്ടി. ആരാടാ? എന്തൊരു സൗണ്ട് കേട്ടല്ലോ.
ആ പോട്ടെ, നമുക്ക് കിടന്നുറങ്ങാം. ആര് വന്നാലും ഇപ്പം നമുക്കെന്താ, സമയം എത്ര ആയോ എന്തോ. പോട്ടെ, ഫുൾ ചാർജ് ഉണ്ട്, കിടന്നുറങ്ങാം. അവന്മാർ എണ്ണീച്ചടാ, അവൻ എണ്ണീച്ചു. വിട് വിട് കേട്ടോ, വിട്ടോ വിട്ടോ വിട്ടോ. വണ്ടി എടുക്ക് വണ്ടി എടുക്ക് വണ്ടി എടുക്ക്. കേറി 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 കേറി. വണ്ടി ഇറ. കേറി 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 വിട്ടോ വിട്ടോ വിട്ടോ. വണ്ടല് 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 വണ്ടല്. വിട്ടോ 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 വിട്ടോ. ഈ സോൺ പറഞ്ഞിരിക്കുന്നത് ആ വർക്ക്ഷോപ്പില്ലേ, ആ വർക്ക്ഷോപ്പിൽ അവിടെ കൊണ്ട് നിർത്തിയിട്ടേക്കാണ്. തുറക്കടാ. ഹലോ പറയടാ. എടാ നീ പറഞ്ഞ പോലെ വണ്ടി ഇവിടെ കൊണ്ട് എൻ്റെ വീട്ടിൽ ഇട്ടിട്ടുണ്ട്. എടാ നീ എന്തിനാടാ നിന്റെ വീട്ടിൽ കൊണ്ട് ഇട്ടത്? ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഇടാനല്ലേ. കുഴപ്പമില്ലടാ, നീ നാളെ രാവിലെ വന്ന് എടുത്തോ, പൈസ തന്നാ മതി. ശരി എന്നാ ഞാൻ കിടക്കാൻ പോവാ. ആ ശരിയടാ ശരിയടാ ശരി. യെസ് ഓക്കെ ഓക്കെ, എല്ലാം ഓക്കെ. നമുക്ക് നാളെ രാവിലെ കാണാം. ആണ്ടി യെസ്, രാവിലെ പണം കിട്ടി. ഇനി ഇതുപോലൊക്കെ തന്നെ നമ്മൾ പോകും. യെസ് ശരി. യെസ്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ശരി.